മനസ്സുകൊണ്ട് പല ഈ മേഖലയിലുള്ളവരെയും ചീത്ത വിളിക്കുന്നുണ്ടാവും. കാരണം ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു, ഞങ്ങളുടെ ടീമിലുള്ളവർ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനന്തുവിന്റെ കറക്റ്റ് ചിന്തയിൽ വന്ന ഒരു പ്ലോട്ട് അനന്തു വീഡിയോ ആയിട്ടോ മെന്റലിസം പെർഫോമൻസ് ആയിട്ടോ പ്രസന്റ് ചെയ്തിടുമ്പം അത് കണ്ട് ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്. കാരണം ഇതെങ്കിലും കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഓരോ ഇപ്പൊ ഉദാഹരണത്തിന് ഇത്രയേ ഉള്ളൂ. ഞാൻ ജിത്തു ജോസഫ് എന്ന് വിചാരിക്കുക, ഞാൻ ദൃശ്യം ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ട് ജോർജ് കുട്ടി ഉണ്ടാക്കി, ഒരുപാട് കഷ്ടപ്പെട്ട് വരുണ്ണ ഉണ്ടാക്കി, ഒരുപാട് കഷ്ടപ്പെട്ട് വരുണ്ണ കുഴിച്ചിട്ട് അങ്ങനെ ഇത്രത്തോളം ഒരു ദൃശ്യം എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പം മറ്റൊരാള് ഒരു സിനിമയായിട്ട് വരികയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒറ്റ ഞാൻ ആ സിനിമ കാണുകയാണ്, തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. എനിക്ക് ഒരു പുതിയ ത്രില്ലർ സിനിമ വരെയല്ലേ, നമുക്കിരുന്ന് കാണാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണുകയാണ്. പേര് ദൃശ്യത്തിന് വരെ വേറെ എന്തെങ്കിലും ആയിരിക്കും, ചെറിയൊരു പേരിൽ വ്യത്യാസം കാണും. നോക്കുമ്പോൾ ജോർജ് കുട്ടിക്ക് വരെ അവിടെ രാമൻകുട്ടി ആയിരിക്കും, അതുപോലെ കുഴിച്ചിരുന്ന വരുണ് വരെ അരുണായിരിക്കും. ഇതേ ഉള്ളു വ്യത്യാസം. കഥ ഒന്ന് തിരക്കഥ ഒന്ന് പോകുന്ന റൂട്ടെന്ന്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം ഒരാളെ കണ്ട് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ഒരു മെന്റലിസ്റ്റ് അല്ലെങ്കിലും ഒരു മെജീഷ്യൻ അല്ലെങ്കിൽ ഈ മേഖലയായിട്ട് വലിയ ഒരു ഇല്ലെങ്കിൽ പോലും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും എക്സാക്ട് ഇത് തന്നെയാണ് വരുന്നത്. അപ്പം ഇത്രയും നമ്മളെ കഷ്ടപ്പെട്ട സാധനം ഒന്ന് പറിച്ചെടുത്തോണ്ട് പോകുന്ന പോലെ ഇങ്ങനെ പോകുന്നത് അത് ഭയങ്കരമായിട്ട് ഒരിക്കലും നമുക്ക് അത്ര, ഞാൻ പറഞ്ഞല്ലോ, മനസ്സുകൊണ്ട് ചീത്ത വിളിക്കാൻ തോന്നുന്ന സംഭവമാണ്.